അതാണ് സാഹചര്യം. ധന്യരാമൻ കൂടിയുണ്ട് നമുക്കൊപ്പം, സാമൂഹ്യ പ്രവർത്തക ധന്യരാമൻ. നമുക്ക് മുന്നിൽ പല അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ കുട്ടിയുടെ അനുഭവം എന്ന് പറഞ്ഞത് നമുക്ക് സമീപകാലത്ത് നമ്മൾ കേൾക്കാത്തതാണ്. അന്വേഷണ സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഈ കുട്ടിയുടെ മൊഴിക്ക് ശേഷം ഉണർന്നിട്ടുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. നിരവധിയധികം ആളുകൾ ഇപ്പോൾ കസ്റ്റഡിയിലാവുന്നു. ഇനി അന്വേഷണ നടപടികൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ ഇങ്ങനെ താൻ മൈനറായിരുന്നപ്പോൾ തനിക്ക് നേരിട്ട ഒരു ചൂഷണം തുറന്നു പറയാൻ ആ കുട്ടിക്ക് വർഷങ്ങൾക്ക് ഇപ്പുറം കഴിയേണ്ടി വന്നു. അത് നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ പൊതുവിലുള്ള സാഹചര്യങ്ങളുടെ പിന്നോക്കാവസ്ഥയാണോ ഓർമ്മപ്പെടുത്തുന്നത്? അതിനിയും കാര്യക്ഷമമാവേണ്ടതല്ലേ? സത്യത്തിൽ ഞങ്ങൾക്ക് ഈ സാമൂഹ്യ രംഗത്ത് വന്നിട്ട് 14 വർഷത്തോളമായി. അപ്പൊ ഏകദേശം 7500ഓളം കോളനികളിൽ ജനമൈത്രി പോലീസിന്റെ കൂടെ പോയി ഇത്തരം കേസുകളൊക്കെ കണ്ടെത്തി രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു നമ്മളൊക്കെ. ഞങ്ങളൊക്കെ ഇപ്പോഴും ഒരു ഇഷ്യൂസ് വരുമ്പോൾ അലേർട്ട് ആവുന്ന ആൾക്കാരല്ല. നമ്മൾ ഇവിടെ തന്നെയുണ്ട്. ഈ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയിൽ 6 പോക്സോ കേസാണ്. അത് സ്കൂൾ കുഞ്ഞുങ്ങൾ, ഒരു സ്കൂൾ കുട്ടി ഗർഭിണിയാവുക വരെ ചെയ്തു. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്തുള്ള ഗവൺമെന്റ് സ്കൂളിന്റെ അവസ്ഥയാണ് പറയുന്നത്. 6 പോക്സോ കേസാണ്. വലിയ ക്രിമിനൽ ആയിട്ടുള്ള ഗുണ്ടകളുടെ കൂടെ കുട്ടികൾ MDMA എടുക്കാനായിട്ട് ബാംഗ്ലൂർ വരെ പോയ, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ പ്രതിയെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ട് ജയിലിലാക്കിയിട്ടേ ഉള്ളൂ. അതിൽ വിക്ടിമായിട്ടുള്ളത് 13ഉം 12 വയസ്സുള്ള ഒരു ചേച്ചി അനിയത്തിയായിട്ടുള്ള 2 പെൺകുഞ്ഞുങ്ങളാണ്. കുട്ടികൾ ഏത് വിധേനയും ഇതുപോലെ മയക്കുമരുന്നിനും അതുപോലെ റേപ്പിനും വിധേയമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഈ പത്തനംതിട്ട ഇപ്പൊ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ് ഞങ്ങൾ ഇടപെട്ട ഒരു 2 അട്രോസിറ്റി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതും ഞങ്ങളുടെ പട്ടികജാതി വിഭാഗത്തിലുള്ള സ്ത്രീകളെ റേപ്പ് ചെയ്ത കേസാണ്. ഇതൊന്നും പുറത്തറിയുന്നില്ല. ഞങ്ങൾ എപ്പോഴും മനുഷ്യരുടെ ഇടയിൽ തന്നെ ഉണ്ട്. പക്ഷേ ഈ ഒരു സർക്കാരിന്റെ പിന്തുണ കൂടി നമ്മൾക്ക് വേണം. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചു മുന്നേ സംസാരിച്ചത് PK ശ്രീമതി ടീച്ചറാണോ എന്ന് അറിഞ്ഞൂടാ. ടീച്ചറാണോ? ടീച്ചറല്ല, സുകന്യയാണ്, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ. അത് തന്നെ. പണ്ട് ശ്രീമതി ടീച്ചർ ജനാധിപത്യ മഹിളാ അസോസിയേഷനിൽ ഇരിക്കുന്ന സമയത്ത് ടീച്ചറാണ് ഈ അവിവാഹിത അമ്മമാരുടെ കേസ് ആദ്യം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. അവര് ഈ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അന്നൊരു ഉപകാരം ചെയ്തു ഞങ്ങൾക്ക്. അന്ന് ടീച്ചർ ഇടപെട്ട് ഇത് ഭയങ്കര ഒരു വിഷയമാക്കി നിയമസഭയിലൊക്കെ കൊണ്ടുവന്ന് ചർച്ചയാക്കി. അതിനുശേഷം ഇറങ്ങിയ ശേഷമാണ് ഞങ്ങളൊക്കെ 1137 റേപ്പ് കേസുകൾ അന്ന് രജിസ്റ്റർ ചെയ്യുന്നത് 2010-11 കാലഘട്ടത്തില്. പക്ഷെ ഇന്ന് ആ ഒരു സപ്പോർട്ടൊന്നും ഇവരുടെ ഭാഗത്തുനിന്നൊന്നും ഇല്ല. അത് ഇല്ല എന്നുള്ള സത്യമാണ്. ഞങ്ങൾ പോകുന്ന കോളനികളിൽ എവിടെയും അങ്ങനത്തെ ഒരു പിന്തുണ ഞങ്ങൾക്ക് കിട്ടും, ജനപ്രതിനിധികളുടെ പിന്തുണ കിട്ടുന്നില്ല. ഇവരൊക്കെ ഈ കുറ്റപ്പെടുത്താനല്ലാതെ ജനപ്രതിനിധികളൊക്കെ അവർക്കെന്താ അങ്ങനെ നടന്നോണ്ട് അങ്ങനെയല്ലേ? കുഞ്ഞുങ്ങളുടെ മനസ്സറിയാൻ പോലും ഒരു മനുഷ്യനില്ല. നമുക്ക് സംവിധാനങ്ങളുണ്ട്. എത്ര കമ്മീഷനുകൾ 1.5 ലക്ഷം 2 ലക്ഷം രൂപ സിറ്റിംഗ് സാലറി മേടിക്കുന്ന ആൾക്കാരാണ്. അവർ ആ കസേരയിൽ ഇരിക്കുന്നു. ആരെങ്കിലും പരാതി കൊണ്ട് പോയാൽ മാത്രം അവരത് പരിഗണിക്കുന്നു. അങ്ങനെയല്ലല്ലോ. ഇതിന് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് പറ്റണ്ടേ? നമ്മൾ എത്ര കാലം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങള് എന്നാ സർക്കാർ എന്ന ആവശ്യത്തിന് ഞങ്ങൾക്കുള്ള ഒരു പിന്തുണ, സർക്കാരിന്റെ 10 പൈസ ഞങ്ങൾക്ക് വേണ്ട. ഈ യാത്ര ചെയ്യാൻ ഉള്ള ഒരു സൗകര്യം ഞങ്ങൾക്ക് വാഹനമുണ്ട്. എനിക്ക് 1-2 വാഹനമുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അല്ലാതെ ഈ ശത്രുക്കൾ ഒരു സ്ഥലത്ത് പോയി അട്രോസിറ്റിയും പോക്സോ ഒക്കെ ഇട്ട് വലിയ വലിയ ആളുകൾ നമ്മൾ ജയിലിലാക്കും. പിന്നീട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ജനമൈത്രി പോലീസിന്റെ സഹായം തേടുന്നത്. അതുപോലും ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നില്ല. അതുപോലും കിട്ടുന്നില്ല. പിന്നെ ആരോട് പോയി പരാതി പറയാണ്? ആരോട് പോയി പറയാനാണ്? ശരി, ഇത്രയും സംവിധാനങ്ങളുള്ള ഒരു ജില്ലയ്ക്കകത്ത് ഒരു കുഞ്ഞിന് 3 വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് 64 പേരെ കൊണ്ട് റേപ്പ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. വേറൊരു വിഭാഗമാണ് ഈ കേരളം എന്നിങ്ങനെ ഇരിക്കുവോ? വളരെ നന്ദി ധന്യരാമൻ എന്തായാലും പ്രതികരിച്ചതിന്. എന്തായാലും നമ്മുടെ കുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ, മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പത്തനംതിട്ടയിൽ നിന്നും വരുന്നത്. നമ്മുടെ സാമൂഹ്യ സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമാവുന്നില്ല എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്.